ഹലോ ഗായ്സ്, വെൽക്കം ടു വൈഫി വ്ലോഗർ. അപ്പോൾ ഇന്ന് ഞാൻ ശബരിമല എക്സ്പീരിയൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് വേറെ ആരുടെ അല്ല, എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെയാണ്. അപ്പോൾ ഇന്ന് ശ്യാംചേട്ടൻ മലക്ക് പോയി വരുന്നൊരു ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്തായാലും ഇടും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് ശബരിമല എക്സ്പീരിയൻസുകളൊന്ന് കേൾക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മെമ്മറീസ് അടങ്ങുന്ന കുറച്ച് ഫോട്ടോസും കൂടെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇത് തലേ ദിവസം കെട്ടുനേരയുടെ ഒരു ചെറിയ പ്രിപ്പറേഷനാണ്. എല്ലാ സാധനം എറണാകുളത്ത് പോയി മേടിക്കും. ഞങ്ങൾ രണ്ടും കൂടി പോയി മേടിക്കും. മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് എല്ലാ സാധനവും നോക്കി പേറ്റി എല്ലാം കളഞ്ഞ് വിനയാക്കി വെക്കും. എന്നിട്ട് പിന്നെ സമയം വരുമ്പോൾ മാല ഇടാനായിട്ട് വിളക്കൊക്കെ കത്തിച്ച് ശരണം വിളിച്ച് മാല ഇടും. അപ്പം അവിടെ ഭഗവതിക്കും ഇളവതിക്കും ഇതെല്ലാം വെക്കും. അവർ മലരൊക്കെ പഴം, ആപ്പിള്, മുന്തിരി ഇതെല്ലാം വെക്കും. എന്നിട്ട് ശരണം വിളിച്ച് നിറച്ച് വെക്കും. എന്നിട്ട് കെട്ടിയൊക്കെ വെക്കും. അങ്ങനെയാണ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്യണം. മലക്ക് പോയിട്ടുണ്ടോ? 5 കൊല്ലം പോയിട്ടുണ്ട്. 5 കൊല്ലം. ആരുടെ കൂടെ? ചേച്ചനും കൂടി. എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ പോയിട്ടില്ല. 5 കൊല്ലം അങ്ങനെ പോയി. എനിക്ക് അവസാനം നല്ലൊരു അനുഗ്രഹം അയ്യപ്പൻ അനുഗ്രഹം തന്നു. ഞങ്ങൾ പുറത്ത് നിൽക്കണമായിരുന്നു. കുളി കഴിഞ്ഞ് വന്ന് അവിടെ പുറത്ത് നിൽക്കണം. പുറത്ത് നിൽക്കണ സമയത്തുണ്ടല്ലോ ഒരാളവിടെ നിന്നിട്ട് ആ വാതിൽ തുറന്നതാണ്. വാതിൽ കെട്ടിയേക്കണത് തുറന്നതാണ്. തുറന്ന് തന്നിട്ട് വാ ഞങ്ങൾ 5 എൻ്റെ മേലെ കുത്തുകയായിരുന്നു. 5-6 പേരുണ്ട്. ഞങ്ങൾ വിളിച്ച് ഇതേ ആ മുറി പോയി ആ വെഞ്ചിരുന്നു. പറഞ്ഞ് ഞങ്ങൾ 5-6 പേരെ കയറ്റി അവിടെ എത്തി വാതിൽ കെട്ടി. അപ്പോൾ അവിടുത്തെ വലിയ ശാന്തി വന്നിട്ട് അവിടെ അയ്യപ്പൻ്റെ ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോത്തിന് എല്ലാം സാധനങ്ങളെല്ലാം വച്ച് പൂജയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് ആ വിളക്ക് കൊണ്ടുവന്ന് ഞങ്ങളെ തന്ന് ഞങ്ങൾ തൊട്ട് തൊഴുതു. പിന്നെ 2 ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും അവരാണ് ഇത് നടത്തുന്നത്, ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. എന്നിട്ട് ആ ഭാര്യയും ഭർത്താവും കൂടി ഞങ്ങൾ തൊട്ട് തൊഴുത് കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും കൂടി എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കാല് തൊട്ട് തൊഴുതു. അപ്പം എനിക്ക് അനുഗ്രഹമല്ലേ തന്നത് അയ്യപ്പൻ. ഞാനപ്പോൾ അവർക്ക് അനുഗ്രഹം കൊടുത്തു. ഇത് ഭയങ്കര ഒരു രംഗവും നിൽക്കാൻ പറ്റുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മരണത്തിൽ പോയി. ഫസ്റ്റ് ടൈം എപ്പോഴാണ് മലക്ക് വായിക്കണത്? 10ാം ക്ലാസ് പഠിച്ചപ്പോ. ആരുടെ കൂടെ? അച്ഛൻ്റെ കൂടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കിട്ടുന്നതേക്കാം. ഓർമ്മയില്ലെങ്കിലും അന്ന് വീട്ടിൽ വെച്ചിട്ടായിരുന്നു കിട്ടുന്നറ. അപ്പൊ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. കസിൻസും അമ്മാമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നപ്പോ ശരണം വിളിക്കാൻ വലിയ ഇതുണ്ടായിരുന്നില്ല. അപ്പൊ കണ്ണനാണോ ഒന്ന് പഠിപ്പിച്ചു തന്നു. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. കണ്ണൻ നന്നായിട്ട് ശരണം വിളിക്കും. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ അന്ന് പമ്പയിൽ പോയി പേട്ട തുള്ളി അതൊക്കെ ഓർമ്മയിലുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നാട്ടിലുള്ള അമ്പലത്തിൽ എല്ലാവരും കൂടെ പോയി. 3ാമത്തെ പ്രാവശ്യം പോയത് അച്ഛനും അമ്മയും ചേട്ടയും കൂടെ ഒക്കെ പോയി. എന്നിട്ട് എന്നെ അവിടെ വെച്ച് കുളിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഈ അച്ഛനെ അങ്ങനെയൊക്കെ ഞാൻ കാണാതെ പോയി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഒറ്റപ്പെട്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രായമായ ഒരു മനുഷ്യൻ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എൻ്റെ ഇവിടെ എനിക്കിത് നല്ല എൻ്റെ വീടിൻ്റെ അടുത്ത് വെച്ച് കണ്ട ഒരാളെപ്പോലെ എനിക്ക് തോന്നി. അതിൽ എനിക്ക് എൻ്റെ മുകളിലൂടെ ഒന്ന് കരയണം. ഞാനിപ്പോഴും നല്ല ഓർമ്മ ഒന്നാമത്തെ ഓർക്കുന്ന ഒരു കാര്യമാണ്. ഒരു അപ്പൂപ്പനാണ്, ഒരു പ്രായമുള്ളൊരു അപ്പൂപ്പൻ, അത് വെളുത്തിട്ടൊരു അപ്പൂപ്പൻ വന്നിട്ട് ഇവിടെ ചോദിച്ചു എന്താ ഇവിടെ നിൽക്കുന്നു. ഞാൻ അച്ഛനും അമ്മേനെയും കണ്ടില്ല. ഈ അച്ഛനും അമ്മയൊക്കെ എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞ് മൈക്കിൽ അനൗൺസ്മെൻറ്റ് ചെയ്യണം അവിടെ. എന്നിട്ട് എന്നെ കറക്റ്റായിട്ട് പുള്ളി കയ്യെ പിടിച്ച് കൊണ്ടുപോയി അച്ഛൻ്റെ അടുത്ത് ആക്കി തന്നു. മൈക്കിൽ വിളിച്ചു പറയല്ലേ അവിടെ കൊണ്ട് ആക്കി തന്നു. പിന്നെ പുള്ളിനെയും കണ്ടില്ല. സത്യമായിട്ടും പുള്ളിനെ ഞാൻ പിന്നെ തിരിഞ്ഞാക്കിയിട്ട് കണ്ടില്ല. നല്ല പ്രായമുള്ളൊരു വെളുത്തിട്ടൊരു അപ്പൂപ്പൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. 3ാമത്തെ പ്രായം. മാമന്റെ ഒരു എക്സ്പീരിയൻസ് പറയാമോ? പറയാലോ. എത്ര നാളായി ഇപ്പൊ മലക്ക് പോണം? വർഷങ്ങളായി.
നഷ്ടങ്ങളെന്ന് വെച്ചാൽ എന്നെ ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ തുടങ്ങി എൻ്റെ അച്ഛൻ കൊണ്ടുപോകായിരുന്നു. കൊണ്ടുപോകാന്ന് വെച്ചാൽ അത് മറക്കാൻ പറ്റാത്ത അനുഭവം. എൻ്റെ നാടൊരു ഗ്രാമമായിരുന്നു. അപ്പോൾ ബോട്ടിനാണ് ഇവിടുന്ന് പോകുന്നത്. കെട്ട് നിറച്ച് ഞങ്ങൾ ബോട്ടിന് പോകും. ബസ്സിന് അവിടെ ചെന്നിട്ട് സ്റ്റാൻഡിൽ ചെന്നിട്ട് ബസ്സിനാണ്. അത് അന്നൊന്നും നേരിട്ട് ബസ്സൊന്നുമില്ല. കോട്ടയത്ത് ചെന്നിട്ടാണ് പിന്നെ പമ്പയിലോട്ടൊക്കെ പോകുന്നത്. അങ്ങനെയൊക്കെ പോകും. പോയിട്ട് ഒരു പ്രാവശ്യൻ്റെ അനുഭവം എന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞാണ്. അപ്പോൾ സീറ്റില്ലാണ്ട് ഇങ്ങനെ ഇരിക്കണതാണ്. സീറ്റില്ലാണ്ട് ഇരിക്കുമ്പോൾ ഒരാൾ ഇരിക്കുമ്പോൾ അച്ഛൻ അയാളുടെ മടിയിൽ തന്നെ ഇരുത്തി അങ്ങനെ കൊണ്ട് ഞാൻ അയാളുടെ മടിയിൽ കിടന്ന് തുടങ്ങി. അയാൾ തന്നെ ഇതായിട്ട് ചെയ്ത് അച്ഛൻ പാവം അങ്ങനെ പിടിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അച്ഛനിങ്ങനെ പിടിച്ച് KSRTC പിടിച്ച് ചെയ്യുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ കിടന്ന് തുടങ്ങുന്നുണ്ട്. അതൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പോയ ഇതെന്ന് വെച്ചാൽ അച്ഛനായിട്ട് പോകുമ്പോൾ പിന്നെ ഞങ്ങൾ കോട്ടയത്ത് ചെന്നിട്ട് അച്ഛന് ഇഷ്ടമാണ് ഈ പനങ്കൽക്കുണ്ട്. അപ്പോൾ കോട്ടയത്ത് ചെന്നിട്ട് ഒരു സ്ഥലം പറയുമായിരുന്നു ഇവിടെ. അവിടെ നിന്ന് ഞങ്ങൾ ട്രെയിനിന് പോയി. ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ചെന്നിട്ട് ട്രെയിനിന് കോട്ടയത്ത് ചെന്നിട്ട് അവിടെ നിന്ന് ബസ്സിനൊക്കെ പോയി. അമ്മയും ഞാനും അച്ഛനും കൂടി പോകാൻ തുടങ്ങി. അച്ഛനും ഞാൻ അമ്മയും കൂടി പോയി. എൻ്റെ 2-3 സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ വർഷം അമ്മയായിട്ട് പോകുന്നത്. അമ്മയായിട്ട് പോയി നല്ല ഇതായിരുന്നു. അവിടെ എല്ലായിടത്തും രണ്ടുപേരും ഇതായിട്ട് കയറി. പിന്നെ അച്ഛനായിട്ട് ഒരു പ്രാവശ്യം പോയപ്പോൾ ഒരു അനുഭവം എന്ന് വെച്ചാൽ അച്ഛനെ അവിടെ വെച്ച് പെട്ടെന്ന് ഒരു ഹൃദയ ഇതുപോലെ സ്തംഭനം പോലെ വന്ന് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഹൃദയസ്തംഭനം പോലെ വന്നിട്ട് അന്ന് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. പെങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഞാനാ കൊണ്ടുപോയി. അവരെയൊക്കെ ഞാനാ കൊണ്ടുപോയത്. അവരെയൊക്കെ ചെറുപ്പത്തിലെ ഞാനാ കൊണ്ടുപോയിരിക്കണത് രണ്ടുപേരും. പിന്നെ അവിടെ വെച്ച് ഹൃദയസ്തംഭനം വന്ന് ഞാൻ ആകെ ശരിക്കും ഞാൻ ഭയങ്കര ഇതായിപ്പോയി. മാനസികമായിട്ട് ഇതായി പോയിട്ട് ഞാൻ എന്നിട്ട് അവിടെ നിന്ന് അച്ഛനെ ട്രോളിയിലാണ് സന്നിധാനത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കിയത്. ഞാൻ ആ ട്രോളിക്കാരുടെ ഒപ്പം അവരുടെ ഒപ്പം ഞാൻ ഓടി ഇറങ്ങണതാണ്. കൊച്ചാൻ്റെ കാലൊക്കെ അന്ന് പൊട്ടി ഞാൻ ഓടി ഇറങ്ങണതാണ്. ഓടി ഇറങ്ങി ഇത് വന്ന് ഞങ്ങൾ അച്ഛൻ അപ്പം എൻ്റെ കൂട്ടുകാരനുണ്ട്, അമ്മയുണ്ട് ഒക്കെ ആയിട്ട് പയ്യനാണ് അവർ വന്നത്. അത് ഭയങ്കര സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര സംഭവമായി പോയി. ഞാൻ ശരിക്കും പേടിച്ചു പോയി. കാരണം അത്ര സീരിയസ് ആയിട്ടൊക്കെയാണ് അച്ഛൻ ഇറക്കിയത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ മെഡിക്കൽ മറ്റേ ഡോക്ടേഴ്സിനെ കണ്ടു കഴിഞ്ഞ് പയ്യനെയൊക്കെ അവിടെ ശുശ്രൂഷയൊക്കെ ചെയ്തൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. എൻ്റെ പേര് ഞാനാ കൊണ്ടുപോയി. വേറെ എൻ്റെ മൂത്തൊരു പെങ്ങളുണ്ട്, അവളുടെ മക്കളെയും ഞാനാ കൊണ്ടുപോയേക്കണം. പിന്നെ അതുകൂടാണ്ട് എൻ്റെ വൈഫിൻ്റെ അമ്മയെ ആങ്ങള എൻ്റെ അളിയനെ വൈഫിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ശബരിമലയ്ക്ക് പോകണമെന്ന്. അപ്പോൾ ഞാനൊരു വർഷം ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഞാൻ എൻ്റെ അമ്മ ഷൈനയുടെ അമ്മ വൈഫിൻ്റെ അമ്മ അങ്ങനെ എൻ്റെ 2 അമ്മമാരും ഞാനും പിന്നെ എൻ്റെ പെങ്ങളുടെ മോളുണ്ടായിരുന്നു. പിന്നെ വേറെ ആരാണ് അളിയനുണ്ടായിരുന്നു. എൻ്റെ കുട്ടപ്പൻ എന്ന് പറഞ്ഞ സുമേഷ് എന്ന് പറഞ്ഞ അളിയനുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് ഒരു വർഷം. ഇനി എൻ്റെ ആഗ്രഹങ്ങളെന്ന് വെച്ചാൽ ഇനി എൻ്റെ ഒരു പെങ്ങളെ കൊണ്ടുപോകണം. അതുകൂടാണ്ട് എൻ്റെ വൈഫ് ആയിട്ട് പോകണം. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എൻ്റെ എനിക്ക് 2 അമ്മക്കളുണ്ട്. അവരെ ഞാൻ ഇപ്പോൾ വർഷങ്ങളായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. കൊണ്ടുപോകുന്ന വെച്ചാൽ ഇപ്പോൾ ഒരു ഏകദേശം ഒരു എങ്ങനെ പോയാലും ഒരു 5 എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് പോകാൻ അനു? അനു മൂത്താള് 8 വർഷത്തിന് മേലായി. അതുപോലെ തന്നെ അച്ചുകുട്ടൻ ഇളയാള് 6 വർഷം. ഞങ്ങള് എപ്പോഴും ഞങ്ങൾ പോകുന്നുണ്ട്. ആകെ മുടക്കം വന്നത് കഴിഞ്ഞ വർഷം മാത്രമേ എനിക്ക് മുടക്കം വന്നിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു മുടക്കം വന്നത് കഴിഞ്ഞ വർഷം മാത്രമാണ്. ഇപ്പോൾ ഈ വർഷം ഞങ്ങൾ പോവുകയാണ്. നാളെ ഇന്ന് കെട്ട് നിറച്ച് നവംബർ 30 രാവിലെ ഞങ്ങൾ പുറപ്പെടും ഭഗവാനെ കാണാനായിട്ട്. എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് വരണം. ഇതാണ് എൻ്റെ ചുരുക്കിക്കൊണ്ടുള്ള എൻ്റെ അയ്യപ്പനുമായിട്ടുള്ള എൻ്റെ ആത്മബന്ധം. ഞാൻ ഓം സുമേശ്വരണമയ്യൻ.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ.